1966 ജൂലൈ 8-ന് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനായിരുന്ന മേജർ കേളുണ്ണി നായരുടെയും ലളിതയുടെയും മകളായി ആശാ കേളുണ്ണി എന്ന രേവതി കൊച്ചിയിൽ ജനിച്ചു. 7-ാം വയസ്സ് മുതൽ ഭരതനാട്യം അഭ്യസിച്ച രേവതി 1979-ൽ ചെന്നൈയിൽ അരങ്ങേറ്റം കുറിച്ചു. 83-ൽ ചെന്നൈയിൽ താമസിച്ചിരുന്ന കാലത്ത് നായികയെ അന്വേഷിച്ചു നടന്ന ഭാരതി രാജ രേവതിയെ കാണാനിടയായി. അദ്ദേഹത്തിന്റെ മൺവാസനെ എന്ന ചിത്രത്തിൽ നായികയായി വെള്ളിത്തിരയിലേക്ക് താരം തുടക്കം കുറിച്ചു. തുടർന്ന് 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലുമായി 100ഓളം ചിത്രങ്ങളിൽ ഇതുവരെ അഭിനയിച്ചു. ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂട് എന്ന സിനിമയാണ് രേവതിയുടെ ആദ്യ മലയാള ചിത്രം. 80കളിലെ താരത്തിന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഈ ചിത്രം. ബാബുവിന്റെ സംവിധാനത്തിലിറങ്ങിയ സീതമ്മ പെല്ലിയിലൂടെ ടോളിവുഡിലെത്തി. മഹേന്ദ്രന്റെ സംവിധാനത്തിൽ രജനികാന്ത് നായകനായ കൈ കൊടുക്കും കൈ എന്ന തമിഴ് ചിത്രത്തിൽ ബലാത്സംഗത്തെ അതിജീവിച്ച അന്ധയായ സീതയായി രേവതി അഭിനയിച്ചു. അതേ വർഷം തന്നെ ആർ സുന്ദർരാജന്റെ വൈദേഹി കാത്തിരുന്നാലിൽ നായികയായി. 86-ൽ പുന്നകൈ മന്നനിലൂടെ കമൽഹാസന്റെ നായികയായി അഭിനയിച്ചു. 1988-ൽ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന മലയാള ചലച്ചിത്രത്തിന് ആദ്യത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരവും കിഴക്ക് വാസൽ എന്ന തമിഴ് ചിത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡും ലഭിച്ചു. ഭരതൻ സംവിധാനം ചെയ്ത തേവർ മകൻ എന്ന സിനിമയിലെ അഭിനയത്തിന് 1992-ൽ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി. റോളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ താരം ബഹുമുഖമായിരുന്നു. പലപ്പോഴും ശക്തമായ ആപേക്ഷികമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മണിരത്നത്തിന്റെ മൗനരാഗം എന്ന ചിത്രത്തിലൂടെയാണ് രേവതിയുടെ പേര് ഉയർത്തിയത്. ചിത്രത്തിൽ സ്ത്രീയായി രൂപാന്തരപ്പെടുന്ന ദിവ്യ എന്ന ആത്മചൈതന്യവും ദീക്ഷണശാലിയുമായ പെൺകുട്ടിയെ അവതരിപ്പിച്ചു. പ്രിയദർശന്റെ കിലുക്കം എന്ന മലയാള ചിത്രത്തിലൂടെ മികച്ച പ്രകടനം രേവതി കാഴ്ചവെച്ചു. നർമ്മത്തിന്റെ മാലപ്പടക്കവുമായി പ്രിയദർശൻ തിരശീലയിലേക്ക് ഇറക്കിവിട്ട നന്ദിനി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു. 1991-ൽ സൽമാൻ ഖാനൊപ്പം സുരേഷ് കൃഷ്ണയുടെ ലവ് എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിച്ചു. 2002-ൽ പുറത്തിറങ്ങിയ മിത്ര മൈ ഫ്രണ്ടാണ് രേവതിയുടെ ആദ്യ സംവിധാന ചിത്രം. ശോഭന, നാസർ അബ്ദുള്ള എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തുടർന്ന് ഫിർമിലേഖ എന്ന ചിത്രം സംവിധാനം ചെയ്തു. കജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി രേവതി സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രമാണ് സലാം വെങ്കി. യഥാർത്ഥ കഥയെയും കഥാപാത്രങ്ങളെയും ആസ്പദമാക്കുന്ന ചിത്രം സുജാത എന്ന അമ്മയുടെ കഥയാണ് പറയുന്നത്. 3 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 6 ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ രേവതിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.